ഞാനിന്ന് പറയുകയാണ് ഗീതു. അപ്പോൾ രഞ്ജു പറയാണ്, ഞാൻ എൻ്റെ നാത്തൂൻ്റെ ഏട്ടൻ്റെയും അമ്മയുടെയൊക്കെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ട് കല്യാണം കഴിക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് രഞ്ജു. അത് ഞാൻ ധ്യാനോട് പറഞ്ഞോളാന്ന് പറയാണ്. അതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് ആകെ സങ്കടം വരികയാണ്. അങ്ങനെ 3 പേരും കെട്ടിപ്പിടിച്ച് നിൽക്കുക. പിന്നെ കാണിക്കുന്നത് വരുൺ രാധികാമ്മയെ വിളിക്കുന്നതാണ്. അപ്പോൾ ഗീതു വിജയലക്ഷ്മിയുടെ വീട്ടിലേക്കാണ് രഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് രാധികയോട് പറയാണ്. അപ്പം സുവർണയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും സുവർണ പറയാണ് വരുൺ. സുവർണ രാധികയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അപ്പം നിന്നെ ഗീതുവിൻ്റെ ഫോളോ ചെയ്യാം, അവളെ നിരീക്ഷിക്കാൻ പറഞ്ഞു വിട്ടതല്ലേ, പിന്നെ നീ എന്താ ഈ കാണിക്കുന്നത്? എൻ്റെ മകൻ്റെ ഒപ്പം ചുറ്റിക്കറങ്ങാനല്ല നിനക്ക് ശമ്പളം തരുന്നതെന്നൊക്കെ പറയാണ് രാധിക. അപ്പോൾ ഞാനത് ചെയ്തോളാം എന്ന് പറയാണ് സുവർണ. ഗോവിന്ദിന് സംശയം തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്, ഗോവിന്ദേട്ടന് സംശയം തോന്നിയാലോ വിചാരിച്ചിട്ടാണ് ഞാൻ അത് ചെയ്യാതെന്ന് പറയണം. അപ്പോൾ സംശയം തോന്നാതെ നീ ഫോളോ ചെയ്യണം, അതിലല്ലേ മിടുക്കെന്ന് പറയണേ രാധിക. എനിക്കിപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കിട്ടണമെന്ന് തറപ്പിച്ച് പറയണേ രാധിക. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യണം. രാധികാമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഇങ്ങനെ പ്രിയനെ എരിപിരി കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ പ്രിയ പറയുന്നത് ഏട്ടൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏട്ടൻ തിരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വരും, അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന് പറയണം. അപ്പോൾ രാധിക ചോദിക്കുകയാണ്, ഇതുവരെ നിനക്ക് ഏട്ടൻ്റെ സ്നേഹം പങ്കിട്ട് പോകുന്ന ടെൻഷനായിരുന്നല്ലോ, ഇപ്പോൾ എന്താ പെട്ടെന്നൊരു മാറ്റം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല, എൻ്റെ ഏട്ടൻ്റെ സ്നേഹം ഫുള്ളായിട്ട് എനിക്ക് തന്നെ കിട്ടുമെന്ന് പറയുകയാണ് പ്രിയ. അപ്പോൾ നീ അങ്ങനെ വിചാരിച്ചിരുന്നോ? നിനക്ക് അവകാശപ്പെട്ട പാതി സ്വത്തുക്കളെല്ലാം നിൻ്റെ തട്ടിയെടുത്തിട്ട് രഞ്ജു അങ്ങോട്ട് ഓടിപ്പോകുമെന്ന് പറയുകയാണ്. അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, സ്വത്തുക്കളല്ലേ അവൾക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഗോവിന്ദേട്ടന് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് പ്രിയ പറയണം. അപ്പോൾ രാധികാമ്മ നാണം കെട്ടി ചമ്മി നിൽക്കണം. അത് കഴിഞ്ഞ് ഗീതു അയച്ചു കൊടുത്ത ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഗോവിന്ദ് നമ്മുടെ ചെമ്പകശ്ശേരിയിൽ എത്തുകയാണ്. അപ്പോൾ രഞ്ജു ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ ഗോവിന്ദിന് ആകെ ദേഷ്യം വന്നിട്ട്, ഗീതു നിന്നെ എവിടെയാണോ ആക്കിയത്, അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ ഭയങ്കരമായിട്ട് ചീത്ത പറയണം. ഗീതു ഇതൊക്കെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ വിജയലക്ഷ്മി അമ്മയെ ഗീതു പുറത്തേക്ക് പറഞ്ഞാക്കിയാണ്. അപ്പോൾ അമ്മയെ ഗോവിന്ദിനോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്, നീ ആരാണ്, എൻ്റെ മോളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നിനക്ക് പറ്റില്ല, അപ്പോൾ അവളെ വരികയാണെങ്കിൽ നീ കൊണ്ടുപോക്കുമെന്ന് പറയാണ്. അപ്പോൾ ഞാൻ അവളെ കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്ന് പറയാണ് ഗോവിന്ദ്. പിന്നെ അതും ഇതും പറഞ്ഞ് ഗോവിന്ദിനെ സോപ്പ് ഇട്ടിട്ട് വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് രഞ്ജു. അപ്പോഴാണ് അജാസിക്ക ധ്യാനം കൊണ്ട് വരുന്നത്. അപ്പോൾ ഗീതു അപ്പുറത്തെ മതിൽ ചാടി കാറിൽ കയറിയിട്ട് കാറിൽ ഇറങ്ങുന്ന പോലെ കാണിച്ച് ഭയങ്കര ഷോ ആയിട്ട് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാണ് അവർ. അപ്പോൾ ഇതൊക്കെ സുവർണ്ണ വീഡിയോ എടുക്കുന്നുണ്ട്.